നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങൾ ഏറ്റെടുത്തെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൈകോർക്കും. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം. കാഞ്ഞിരപ്പള്ളി MLA പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെന്ന് മുൻ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. വിമാനത്താവള പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര നാളെ 1 മാസം പിന്നിടുന്നു. പദ്ധതിയെ കൈനീട്ടി സ്വീകരിച്ച യാത്രക്കാർ. പദ്ധതിയേറെ പ്രയോജനപ്രദമായതായി അധികൃതർ. രാമായണ മാസാചരണത്തിന് നാടൊരുങ്ങുന്നു. വെള്ളിയാഴ്ച കർക്കിടകം പിറക്കും. രാമപുരത്ത് 4 അമ്പലങ്ങളിൽ ഒരുക്കങ്ങളായി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ പോരാട്ടത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് 42 ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത് ഏറ്റവും വലിയ പദ്ധതിയായി മാറിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനവും HR പോളിസി നടപ്പാക്കുന്നതിന്റെ ഉദ്ഘാടനവും കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കുമെതിരെ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരി വ്യാപനത്തിനുമെതിരെ സർക്കാർ തുടങ്ങിവെച്ച തൂഫാൻ പദ്ധതി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മക്കൾ മയക്കുമരുന്നിന് അടിമകളായി മാറുമ്പോൾ അമ്മമാരുടെ വേദനകൾ ഇറക്കിവെക്കാനുള്ള ഇടമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 6000-ഓളം പേർ പിടിയിലായതായും 7000-ത്തിലധികം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഏറ്റവും വലിയ പ്രചാരകരും ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് അവരാണെന്ന് പറയുന്നത്. അമ്മമാർക്കാണല്ലോ കുടുംബത്തിന്റെ വേദനകളിൽ വസ്തുതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർ. മക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അമ്മമാർ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ കത്തുകൾ, ഫോൺ കോളുകൾ, മെയിലുകൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളും അമ്മമാരും ആഗ്രഹിക്കുന്ന പദ്ധതി ഇതാണ് എന്നാണ്. അവരുടെ വേദനയും നെടുവീർപ്പുകളും അവരുടെ മാനസികമായ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ ഒരു ഇടമായി 60 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ വേരിറക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 5 സംസ്ഥാനങ്ങളുടെ സഹായത്തോടെ ഈ വെല്ലുവിളി നേരിടുവാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജയിൽ നിറയ്ക്കലല്ല പദ്ധതിയുടെ ലക്ഷ്യമെന്നും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അധ്യക്ഷനായി. മന്ത്രി മോൻസ് ജോസഫ്, നാട്ടകം സുരേഷ് MLA, DGP റവാഡ ചന്ദ്രശേഖർ, കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, എറണാകുളം മേഖല DIG യതീഷ് ചന്ദ്ര, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെന്ന് മുൻ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. പൊതു ഉടമസ്ഥതയിലുള്ള വിമാനത്താവള പദ്ധതി അട്ടിമറിച്ച് സ്വകാര്യ ലോബിക്ക് ലാഭം കൊയ്യാൻ മറ്റു രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ കാര്യങ്ങളിൽ എതിർപ്പുമായി മുൻ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ രംഗത്ത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ മാനദണ്ഡമില്ലാതെയാണ് വിമാനത്താവളത്തിനായി സാമൂഹികാഘാത പഠനം നടത്തിയതെന്നായിരുന്നു പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞത്. എന്നാൽ ഇതിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസി സാമൂഹികാഘാത പഠനം നടത്തിയതും അധിക സ്ഥലം ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞില്ലെന്ന കാരണത്താലുമാണ് വിജ്ഞാപനം ഹൈക്കോടതി റദ്ദ് ചെയ്തതെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നു. കോടതി പറഞ്ഞ ന്യൂനതകൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, കോടതി ചൂണ്ടിക്കാണിച്ച ന്യൂനത പരിഹരിച്ച് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണം. അപ്പോൾ ആ വിജ്ഞാപനത്തിന് നിദാനമായ കാര്യമാണ് SIR സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡിയൊക്കെ. അതൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്.
അപ്പോൾ അത് റദ്ദാക്കിയതാണ് ഇപ്പോൾ തടസ്സം എന്ന് ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തികച്ചും വസ്തുതാപരമായി പിശകാണ്. അതുകൊണ്ട് അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല, അങ്ങനൊരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒന്നുകിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുക, കോടതി ചൂണ്ടിക്കാണിച്ച പിശക് തിരുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഇല്ല എങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അപ്പീലിൽ അനുകൂല ഡിവിഷൻ ബെഞ്ച് കൊടുത്തിരിക്കുന്ന അപ്പീലുണ്ട്, ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച 278/2026 ആ OPയിൽ അനുകൂല വിധി സമ്പാദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കോടതി നടപടികൾ വേഗത്തിലാക്കി ത്വരിതപ്പെടുത്തി അനുകൂല വിധി സമ്പാദിച്ച് ആ ആദ്യത്തെ വിജ്ഞാപനത്തിൻ്റെ നിയമസാധുത പുനഃസ്ഥാപിച്ച് 19-1 വിജ്ഞാപനത്തിലേക്ക് പോകണം. 11-1 കഴിഞ്ഞാൽ ഒരു വിജ്ഞാപനം കൂടെ ഉള്ളൂ 19-1. ആ 19-1 എന്ന് പറയുന്നത് ഭൂമി ഈ നിർദ്ദിഷ്ട ആവശ്യത്തിനു വേണ്ടി ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്യുന്നു, പൊതു ആവശ്യത്തിന് നിക്ഷിപ്തമാക്കുന്നു എന്നുള്ളതാണ് ആ വിജ്ഞാപനം. അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കമ്പനി രൂപീകരിക്കുന്നതടക്കം ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതടക്കം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. വിമാനത്താവളത്തിന്റെ മുന്നോട്ടുള്ള നടപടിക്കായി പൂഞ്ഞാർ MLA ഒന്നും ചെയ്തിട്ടില്ലെന്നും സംസ്ഥാന ബഡ്ജറ്റിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശബരി വിമാനത്താവളത്തിന് ₹1 പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കുറ്റപ്പെടുത്തി. പൊതു ഉടമസ്ഥതയിലുള്ള പദ്ധതി അട്ടിമറിച്ച് സ്വകാര്യ ലോബിക്കായി മറ്റു രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ടെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൂട്ടിച്ചേർത്തു. എരുമേലി വിമാനത്താവള പദ്ധതി പൊതു ഉടമസ്ഥതയിൽ ഉള്ളതാണ്. അപ്പോൾ അത് അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യ ലോബിക്ക് ലാഭം കൊയ്യാൻ ഉപകരിക്കുന്ന വിധത്തിൽ മറ്റു രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള വലിയ ആശങ്ക നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭൂമി കച്ചവടവും സ്വകാര്യ മേഖലയ്ക്ക് തടിച്ചു കൊഴുക്കാനുള്ള വേദി ഒരുക്കാനുള്ള ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കി KSRTCയുടെ പ്രിയദർശിനി പദ്ധതി 1 മാസം പിന്നിടുന്നു. ജൂൺ 15-ന് ആരംഭിച്ച പദ്ധതിയെ ഇരുകൈയും നീട്ടിയാണ് ജില്ലയിലെ വനിതകൾ സ്വീകരിച്ചതെന്ന് KSRTC അധികൃതർ പറഞ്ഞു. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി സർവീസ് ജൂൺ 15-നാണ് കോട്ടയം KSRTCയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ സ്ത്രീ യാത്രികർ ഏറെ ആവേശത്തോടെയാണ് പദ്ധതിയെ സ്വാഗതം ചെയ്തത്. 1 മാസമാകുമ്പോൾ പ്രിയദർശിനി യാത്രാ പദ്ധതി വളരെ പ്രയോജനകരമാണെന്ന് യാത്രക്കാർ പറയുന്നു. നല്ല ഉപകാരമാണ്, വീട്ടമ്മമാർക്ക് എല്ലാവർക്കും നല്ലതാണ്, എല്ലാവർക്കും സന്തോഷമുണ്ട്. ഗവൺമെൻറ് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. ലേഡീസ്ക്ക് എല്ലാവർക്കും കുഴപ്പമില്ല, നല്ലതാണ്. പ്രയോജനം ചെയ്യുന്നുണ്ട്. സൗജന്യ യാത്ര സുരക്ഷിതമായ യാത്ര കൂടിയാണെന്ന് വിദ്യാർത്ഥിനികളും അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ പ്രിയദർശിനി യാത്രാ പദ്ധതി വൻ വിജയമായിരുന്നെന്ന് KSRTC ഡിപ്പോ അധികൃതർ വെളിപ്പെടുത്തി. ഇരുകൈയും നീട്ടിയാണ് സ്ത്രീ യാത്രികർ പദ്ധതിയെ സ്വീകരിച്ചതെന്ന് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KJ മനോജ് പറഞ്ഞു. 22 ബസ്സുകളാണ് ജില്ലയിൽ KSRTCയുടെ പ്രിയദർശിനി യാത്രാ പദ്ധതിക്കായി ഓടുന്നത്. ഇതിൽ ദീർഘദൂര ബസ്സുകളും ഉൾപ്പെടും. ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളുടെ കളക്ഷനിൽ നേരിയ ഇടിവ് മാത്രമാണ് ഉണ്ടായത്. അതേസമയം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രിയദർശിനി സർവീസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ബസ്സുകളും സർവീസുകളും ലഭിച്ചാൽ പ്രിയദർശിനി സർവീസുകൾ ആരംഭിക്കാൻ ഡിപ്പോ തയ്യാറാണെന്നും KJ മനോജ് വ്യക്തമാക്കി. ലേഡീസ് രണ്ടുപേരും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. പലരെയും അഭിപ്രായം നമ്മൾ ജാനകൂടൊക്കെ കാണുന്നതല്ലേ, ഈ ലേഡീസിന്റെ അഭിപ്രായങ്ങളാണ്. ഇവിടെ മികച്ച പ്രതികരണമാണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ മറ്റ് സർവീസുകളെ മറ്റ് സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിയ വ്യത്യാസങ്ങൾ ഫാസ്റ്റിന്റെ കണക്ഷനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത് വലിയ പ്രശ്നങ്ങളുള്ളതല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം കൂടുതൽ നമ്മൾ എംസിറോട് കൂടുന്ന വണ്ടികൾക്കാണ് ചെറിയ കണക്ഷൻ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ്. ദീർഘദൂര വണ്ടികൾ എങ്ങനെ നമുക്ക് പ്രിയദർശിനി ദീർഘദൂര വണ്ടികളുള്ളതെന്ന് പറഞ്ഞാൽ കുമളി സെക്ടറിലേക്ക് നമുക്ക് 3 വണ്ടിയും 6 ചാലുമുണ്ട്. പിന്നെ ഒരു കട്ടപ്പന സർവീസ് ഉണ്ട്, ലോങ് ട്രിപ്പ് പറയുമ്പോൾ. പിന്നെ ഒരു 3 ഉണ്ട്. സർവീസ് നമുക്ക് വണ്ടികൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ ചീഫ് ഓഫീസർ അനുമതി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് റൂട്ടിലേക്ക് കൊണ്ടുപോകാം, ജീവനക്കാരെ കിട്ടും. നമ്മൾ തയ്യാറാണ്. കാരണം നമുക്ക് ലാഭമുള്ള സർവീസ് തന്നെയാണ്. കാരണം ഇപ്പിക്കാൻ നല്ല വ്യത്യാസമുണ്ട്, കൊണ്ടുവന്ന സർവീസിനെല്ലാം നല്ല വേരിയേഷൻ ഉണ്ട്. അതേസമയം പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ചതു മുതൽ തങ്ങളുടെ കളക്ഷനിൽ വൻ ഇടിവുണ്ടായെന്നാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നത്. ബസ് സർവീസുകൾ നഷ്ടത്തിലാണെന്നും സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 8-ന് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാമായണ മാസാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. രാമപുരം നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. രാമപുരം നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു.
രാമായണ കഥ കേട്ടുകൊണ്ടിരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഓരോ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഓരോ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നുള്ള വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും. പുലർച്ചെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 7:30 വരെയുമാണ് ദർശന സമയം. നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ 4 ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരെ വരവേൽക്കുന്നതിനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളാണ്. അപൂർവമായി ഉള്ള ക്ഷേത്രങ്ങളാണ് ഈ നാലമ്പലങ്ങൾ. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള ശ്രീരാമക്ഷേത്രം, കൂടപ്പുറത്തെ ലക്ഷ്മൺ ക്ഷേത്രം, അമനകരയിലെ ഭരതസ്വാമി ക്ഷേത്രം, വേദിയിലെ ശത്രുസ്വാമി ക്ഷേത്രം എന്നിവ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എത്രയും വേഗം ദർശനം ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. നാലമ്പല ദർശന സമിതി ഭാരവാഹികളായ PR രാമൻ നമ്പൂതിരി, സോമനാഥൻ നായർ, ഉണ്ണികൃഷ്ണകുമാർ KG, വിഷ്ണു KN എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം അട്ടിക്കലിൽ പ്രവാസി സംരംഭകൻ ലോഡ്ജിനായി നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തതിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ അതൃപ്തിയുമായി ചിറക്കടവ് പഞ്ചായത്ത്. പഞ്ചായത്ത് ഭരണസമിതിയല്ല നമ്പർ നൽകേണ്ടതെന്നും നിയമപരമായുള്ള കാര്യങ്ങളെല്ലാം പാലിക്കാൻ കെട്ടിട ഉടമ തയ്യാറായാൽ നമ്പർ നൽകുന്നതിന് തടസ്സമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ പറയുന്നു. പൊൻകുന്നം അട്ടിക്കലിൽ പ്രവാസി സംരംഭകൻ ലോഡ്ജിനായി നിർമ്മിച്ച കെട്ടിടത്തിന് പഞ്ചായത്ത് നമ്പർ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. അട്ടിക്കൽ ശിവവിലാസത്തിൽ സലി KSന്റേതാണ് കെട്ടിടം. ഇന്നലെ നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും BJP അംഗങ്ങൾ ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ ഉന്നയിക്കുന്നത്. നിയമപരമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് കെട്ടിടം പണിതിരിക്കുന്നത്. സാങ്കേതിക വിഭാഗം നൽകുന്ന നിർദ്ദേശം പാലിക്കേണ്ടത് കെട്ടിട ഉടമയുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റ് പറയുന്നു. നിയമപരമായ കാര്യങ്ങൾ പാലിച്ചാൽ നമ്പർ നൽകുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും TN ഗിരീഷ് കുമാർ പറഞ്ഞു. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗലായി പണിതു അത് റെഗുലൈസ് ചെയ്താൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായും പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ ഈ കാര്യം വരുന്നത്. സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക? ഒരാളൊരു ആപ്ലിക്കേഷൻ തന്നാൽ അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുവാദത്തോടെ അല്ല ബിൽഡിംഗ് പെർമിറ്റ് ഇവിടെ നൽകുന്നതും കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെയല്ല. അതാണ് നിയമം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ ഭരണസമിതിയുടെ മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വരേണ്ടത്. അപ്പം വന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇദ്ദേഹത്തിനെതിരായി നിൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇല്ലീഗലാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല. കാരണം ഇത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് പോലെ നമ്മളുടെ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനകത്ത് നിയമപരമായി എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടാണോ ഈ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ അത് ലീഗലായിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമ്പർ ലഭിക്കാൻ യാതൊരുവിധ തടസ്സവും ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്നത് ഭരണസമിതിയല്ലെന്നും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉന്നയിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സേതു മാന്താടൻ പറഞ്ഞു. ഒരു പെർമിറ്റിനെ സംബന്ധിച്ചുള്ള ആ പെർമിറ്റ് അനുവദിക്കുന്ന ഭരണസമിതിയല്ല. ഇവിടുത്തെ ഓവർസിയർ വന്ന് സ്ഥലം കണ്ട് AE വന്ന് അത് പരിശോധിച്ചതിന് ശേഷം ഗവൺമെൻറ് തലത്തിൽ ക്ലറിക്കൽ സ്റ്റാഫ് ഉദ്യോഗ തലത്തിൽ നടത്തുന്ന ഒരു തീരുമാനമാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഒരു പെർമിറ്റിനും പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഒരു അവകാശമില്ല അത് തടയാനോ തടഞ്ഞു വെക്കാനോ അനുവദിക്കാനോ. അനുവദിക്കേണ്ടതെല്ലാം പഞ്ചായത്തിൻ്റെ ഓഫീസ് അംഗങ്ങളടങ്ങുന്ന ഓവർസിയർ തൊട്ട് AE തൊട്ട് സെക്രട്ടറി തൊട്ട് ക്ലറിക്കൽ സ്റ്റാഫ് തൊട്ട് അടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിൽ ചെറുകിട പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഇതിനകത്ത് കൈ കടത്താനോ ഇത് തടഞ്ഞു വെക്കാനോ അധികാരമില്ലെന്നുള്ളതാണ് എൻ്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹ ദർശന ദിനാഘോഷം നടന്നു. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം നടന്നു. ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രേമകുമാർ എസ് പൂറ്റി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 66ാമത് വിഗ്രഹ ദർശനം വാർഷിക ദിനമായ ഇന്ന് പുലർച്ചെ 4:30 പള്ളിയുണർത്തലോടെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് തുടക്കമായി. സ്വാമി വിധസംഗീതാനന്ദ മഹാരാജ് മഹാപ്രസാദമൂട്ടിന് ഭദ്രദീപം തെളിയിച്ചു. പ്രസാദ വിതരണത്തിന് പാലാ ഡിവൈഎസ്പി KP സദൻ തുടക്കം കുറിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 വിശേഷാൽ ദീപാരാധന നടന്നു. പഞ്ചാരിമേളം അരങ്ങേറ്റം, ശിവാനന്ദ ലഹരി, സ്തോത്രപാരായണം, കൈകൊട്ടിക്കളി, കുച്ചിപ്പുടി, വീരനാട്യം, ഫ്യൂഷൻ തരംഗം എന്നിവയായിരുന്നു പ്രധാന കലാപരിപാടികൾ. ന്യൂസ് ബ്യൂറോ, പാലാ. ആസ്വാദകരെ ആകർഷിച്ച് ഷെയ്ഡ്സ് ഓഫ് തോട്ട് ചിത്ര പ്രദർശനം. കേരളത്തിലെ 27 ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്ര പ്രദർശനം ശനിയാഴ്ച തുടങ്ങി. കോട്ടയം ആർട്സ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 27 കലാകാരർ പങ്കെടുക്കുന്ന ചിത്ര പ്രദർശനം തുടങ്ങി. കോട്ടയം DC കിഴക്കേമുറി ഇടത്തിലുള്ള ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിലാണ് ഷെയ്ഡ്സ് ഓഫ് തോട്ട്സ് എന്ന പേരുള്ള ചിത്ര പ്രദർശനം നടക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ജൂലൈ 18 അവസാനിക്കും. പ്രവീൺ ചന്ദ്രൻ മൂടാടി, ശാസ്ത്ര ശർമ്മൻ, ഗ്രേസി ഫിലിപ്പ്, ശുഭ S നാഥ്, സീമ നടരാജൻ, സുനിൽ KG, ശ്രീ ശുഭ, ബേബി മണ്ണത്തൂർ, ഗോപി സംക്രമണം, അനിൽ KV, ശിവദാസൻ KC, ശാലിനി മേനോൻ, ദിലീപ് സുബ്രഹ്മണ്യ, മായ വാര്യർ, വർഗീസ് പീറ്റർ, ബിജു MR, ജോളി M സുധൻ, എബ്രഹാം ജോർജ്, റോക്കി PA, മനു VR, ആദർശ അജയ്, അലക്സാണ്ടർ രാജു, അനി സിറിയക്, ദീപ്തി ജയൻ, രാജേഷ് MS, രമണൻ വാസുദേവൻ, സുരേഷ് ബാബു എന്നിവർ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഷെയ്ഡ്സ് ഓഫ് തോട്ട്സ് എന്ന ഈ ചിത്ര പ്രദർശനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കോട്ടയം ആർട്ട് ഫൗണ്ടേഷനാണ്. ജൂലൈ 11 തീയതിയാണ് കോട്ടയത്തുള്ള അക്കാദമിക് ഗാർഡനിൽ പ്രദർശനം തുടങ്ങിയത്. ജൂലൈ 18 ശനിയാഴ്ചയോടുകൂടി പ്രദർശനം അവസാനിക്കുകയാണ്. 7 ചിത്രകാരികൾ ഉൾപ്പെടെ 27 കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൽ കൂടുതലും അക്രിലിക് പെയിന്റിങ്ങുകളും വാട്ടർ കളർ പെയിന്റിങ്ങുകളും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സൗജന്യ പ്രദർശനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. VPMS കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രതിനിധി സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് K. പീതാംബരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TD സുനിൽ അധ്യക്ഷനായി. VPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോഹനൻ നൂറനാട്, PG രാജു തുടങ്ങിയവർ പങ്കെടുത്തു. TV പുരം പഞ്ചായത്തിലെ ചേരിക്കലിലെ പൊതുശ്മശാനം കാടുകയറി. 93 ലക്ഷം രൂപ ഉപയോഗിച്ച് പണിതതാണ് ശ്മശാനം. ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു. TV പുരം പഞ്ചായത്തിലെ ചേരിക്കലിൽ നിർമ്മിച്ച ആധുനിക പൊതുശ്മശാനം കാടുകയറുന്നു. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ധനസഹായത്തോടെ 93 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ആധുനിക ശ്മശാനമാണ് കാടുകയറുന്നത്. 2025 ഡിസംബർ 5 നിർമ്മാണം ആരംഭിച്ച് 2025 ഒക്ടോബറിൽ ശ്മശാനം നാടിന് സമർപ്പിച്ചെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയതും തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ കാലതാമസവും മൂലം കളക്ടറുടെ അന്തിമ അനുമതി നേടി ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാനായില്ല. പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ ശ്മശാനത്തിന്റെ മുറ്റത്ത് പുല്ലും കുറ്റിച്ചെടികളും പടർപ്പും വളർന്നു തിങ്ങി തുടങ്ങി. മുറ്റത്ത് വിരിച്ച ടൈലിനു മീതെ കൂടി പുല്ല് വളർന്നു മൂടി. ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വിരിച്ച ടൈൽ ഇളകി അകന്നു തുടങ്ങി. ഈർപ്പമടിച്ച് മുറിയിലെ തേപ്പ് അടർന്നു തുടങ്ങി. നാട്ടുതോടിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ശ്മശാനത്തിന് സമീപം വീടുകളില്ല. ശ്മശാനത്തിന്റെ മുൻവശത്തെ മുറിയുടെ പൂട്ട് തകർത്ത് സംസ്കാരത്തിനായി ഉപയോഗിക്കാൻ കരുതിയ 16 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ ആദ്യം മോഷണം പോയ സിലിണ്ടറുകളെ കുറിച്ച് അധികൃതർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അറിഞ്ഞത്. ശ്മശാനത്തിന് സമീപത്തായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കെട്ടിടത്തിൽ നിരവധി പുതിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തനക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനസാന്ദ്രതയേറിയ പഞ്ചായത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വൈക്കം നഗരസഭ ശ്മശാനത്തിലും തൃപ്പൂണിത്തറ പൊതുശ്മശാനത്തിലുമാണ് ഏറെ പണം ചിലവഴിച്ച് ജനങ്ങൾ പോകുന്നത്. TV പുരത്തെ ആധുനിക ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T. അനിൽകുമാർ പറയുന്നു. ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം 16 സിലിണ്ടറുകൾ ഇവിടുന്ന് മോഷണം പോയിരിക്കുന്നത്. ആ 16 സിലിണ്ടറിൽ അത് എത്രയും പെട്ടെന്ന് പോലീസ് അധികാരികൾ കണ്ടുപിടിക്കുക, അത് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ഇതും ചെയ്യണമെന്ന്
താല്പര്യപ്പെടുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ആധുനിക ശ്മശാനം സമയബന്ധിതമായി തുറക്കാൻ കഴിയാതിരുന്നത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് ജോയി മണ്ണിച്ചിറ പറയുന്നു. ഇവിടെ 19 കിലോയിലധികം തൂക്കം വരുന്ന 16 വാണിജ്യ സിലിണ്ടറുകൾ ഇതിൻ്റെ ആവശ്യത്തിനായി വാങ്ങി വന്നിരുന്ന ഇവിടുന്ന് മോഷണം പോയത്. ആ മോഷണ വിവരം പഞ്ചായത്ത് അറിഞ്ഞിട്ടും അതിനെ വേണ്ടത്ര രീതിയിലുള്ളൊരു അധികാരികളിൽ അറിയിക്കാൻ ഒരു ഉത്സാഹം പഞ്ചായത്ത് കാണിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കൂടിയ ഇതിനു മുമ്പ് കൂടിയ 2 പഞ്ചായത്ത് കമ്മിറ്റികൾ ഈ വിഷയം ഉന്നയിക്കുകയോ അത് ശ്രദ്ധയിൽ വരുത്തുകയോ മീഡിയയുടെ ശ്രദ്ധയിൽ വരുത്തുകയോ അധികാരികളുടെ ശ്രദ്ധയിൽ വരുത്തുകയോ ചെയ്യാതെ മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന രീതിയിലൊരു സമീപനമാണ് പഞ്ചായത്ത്. ശ്മശാനത്തിന്റെ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങൾ ഏറ്റെടുത്തെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൈകോർക്കും. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം. കാഞ്ഞിരപ്പള്ളി MLA പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെന്ന് മുൻ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. വിമാനത്താവള പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര നാളെ 1 മാസം പിന്നിടുന്നു. പദ്ധതിയെ കൈനീട്ടി സ്വീകരിച്ച യാത്രക്കാർ. പദ്ധതിയേറെ പ്രയോജനപ്രദമായതായി അധികൃതർ. രാമായണ മാസാചരണത്തിന് നാടൊരുങ്ങുന്നു. വെള്ളിയാഴ്ച കർക്കിടകം പിറക്കും. രാമപുരത്ത് 4 അമ്പലങ്ങളിൽ ഒരുക്കങ്ങളായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.